Hi everyone, welcome to Geography class. NCERT 8th Standard Geography Textbook മിനറൽസ് ആൻഡ് പവർ റിസോഴ്സസ് എന്ന മൂന്നാം പാഠത്തിലെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. 26-ാം പേജിലെ യൂസസ് ഓഫ് മിനറൽസ് എന്ന സൈഡ് ഹെഡിംഗ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മിനറൽസ് ആർ യൂസ്ഡ് ഇൻ മെനി ഇൻഡസ്ട്രീസ്. മിനറൽസ് വിച്ച് ആർ യൂസ്ഡ് ഫോർ ജെംസ് ആർ യൂഷ്വലി ഹാർഡ്. ധാരാളം വ്യവസായശാലകളിൽ മിനറൽസിനെ ഉപയോഗിക്കുന്നു, ധാതുക്കളെ ഉപയോഗിക്കുന്നു. ജെംസ്, രത്നങ്ങൾ പോലുള്ള വസ്തുക്കൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മിനറൽസ് അത് വളരെ ഹാർഡായിരിക്കും, കട്ടിയുള്ള ഉറപ്പുള്ളതായിരിക്കും. ദീസ് ആർ ദെൻ സെറ്റ് ഇൻ വേരിയസ് സ്റ്റൈൽസ് ഫോർ ജ്വല്ലറി. ആഭരണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മിനറൽസ് അത് വ്യത്യസ്തമായ പല സ്റ്റൈലുകളിലും രൂപപ്പെട്ടതായിരിക്കും. കോപ്പർ ഈസ് അനദർ മെറ്റൽ യൂസ്ഡ് ഇൻ എവറിത്തിങ് ഫ്രം കോയിൻസ് ടു പൈപ്സ്. കോയിൻസ്, പൈപ്പുകൾ പോലത്തത് ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്ന കോപ്പർ അത് മറ്റൊരു മിനറലാണ്. സിലിക്കോൺ യൂസ്ഡ് ഇൻ ദി കമ്പ്യൂട്ടർ ഇൻഡസ്ട്രി ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ക്വാർട്സ്. കമ്പ്യൂട്ടർ വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന സിലിക്കൺ അത് ക്വാർട്സ് എന്ന മിനറലിൽ നിന്ന് എടുക്കുന്നതാണ്. അലുമിനിയം ഒബ്റ്റെയിൻഡ് ഫ്രം ഇറ്റ്സ് ഓർ ബോക്സൈറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽസ് ആൻഡ് എയർപ്ലെയിൻസ്, ബോട്ടിലിംഗ് ഇൻഡസ്ട്രി, ബിൽഡിംഗ്സ് ആൻഡ് ഈവൻ ഇൻ കിച്ചൺ കുക്ക്വെയർ. ബോക്സൈറ്റ് അയിരുകളിൽ നിന്ന്, ബോക്സൈറ്റ് ഓറുകളിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന അലൂമിനിയം അത് നമ്മുടെ ചുറ്റുമുള്ള ഓട്ടോമൊബൈൽ പാർട്സുകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ എയർപ്ലെയിനുകൾക്ക് വേണ്ടി, ബോട്ടിലിംഗ് ഇൻഡസ്ട്രി ശാലകൾക്ക് വേണ്ടി, ബിൽഡിംഗ് മെറ്റീരിയൽ, അടുക്കളയിലെ പാത്രങ്ങൾക്ക് വേണ്ടി വരെ ഈ അലൂമിനിയം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇനി അടുത്തതായി കൺസർവേഷൻ ഓഫ് മിനറൽസ്, മിനറൽസുകളുടെ സംരക്ഷണം. മിനറൽസ് ആർ എ നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. ഈ ധാതുക്കൾ എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും പുനരുപയോഗിക്കാൻ കഴിയുന്ന വസ്തുക്കളോ സ്രോതസ്സുകളോ അല്ല. ഇറ്റ് ടേക്സ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ഫോർ ദി ഫോർമേഷൻ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് മിനറൽസ്. ഈ മിനറൽസുകൾ രൂപപ്പെടുവാനും അത് ഉണ്ടാക്കുവാനും ഒക്കെ ആയിരക്കണക്കിന് വർഷങ്ങൾ ആവശ്യമാണ്. ദ റേറ്റ് ഓഫ് ഫോർമേഷൻ ഈസ് മച്ച് സ്മോളർ ദാൻ ദി റേറ്റ് ഓഫ് വിച്ച് ദ ഹ്യൂമൻ കൺസ്യൂം ദീസ് മിനറൽസ്. ഇന്ന് മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന മിനറലിൻ്റെ എണ്ണം, റേറ്റ്, അതിൻ്റെ നിരക്ക് എന്നുള്ളത് അത് രൂപപ്പെടുന്നതോ അല്ലെങ്കിൽ അത് ലഭിക്കുന്നതോ ആയ നിരക്കിനേക്കാൾ വളരെ കൂടുതലാണ്. അതായത് നമ്മൾ ഇന്ന് 100% ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിൽ മാത്രമേ കിട്ടുന്നുള്ളൂ, അതായത് അവിടെ രൂപപ്പെടുന്നുള്ളൂ. ഇറ്റ് ഈസ് നെസസറി ടു റെഡ്യൂസ് വേസ്റ്റേജ് ഇൻ ദി പ്രോസസ് ഓഫ് മൈനിങ്. ഇത് ഖനനം ചെയ്തെടുക്കുന്ന സമയത്ത് നഷ്ടപ്പെടാതെ, വേസ്റ്റ് ആവാതെ സൂക്ഷിക്കൽ വളരെ അനിവാര്യമായ കാര്യമാണ്. റിസൈക്ലിംഗ് ഓഫ് മെറ്റൽസ് ഈസ് അനദർ വേ ഇൻ വിച്ച് ദ മിനറൽ റിസോഴ്സസ് ക്യാൻ ബി ഒബ്സർവ്ഡ്. ഈ മിനറലുകൾ വീണ്ടും ഉപയോഗിക്കുക, റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് മിനറലുകളുടെ സ്രോതസ്സിനെ സംരക്ഷിക്കാൻ കഴിയുന്ന മറ്റൊരു മാർഗം. അപ്പോൾ അത്തരത്തിലൊക്കെ നമ്മൾ ഈ മിനറൽസുകളെ സംരക്ഷിക്കുകയും അത് സൂക്ഷിക്കുകയും വേസ്റ്റ് ആവാത്ത രീതിയിൽ അതിനെ പരിപാലിക്കുകയും ചെയ്യണം. എന്നാലേ നമുക്ക് ഭാവിയിലും ഇത് ഉപയോഗിക്കാൻ ബാക്കി ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി പാഠത്തിൻ്റെ അടുത്ത ഭാഗമാണ് പവർ റിസോഴ്സസ്. മിനറൽസിനെ കുറിച്ച് കഴിഞ്ഞു, ഇനി പവർ റിസോഴ്സുകൾ, പവറിൻ്റെ സ്രോതസ്സുകൾ. പവർ പല രീതിയിലുള്ള പവറുകളുണ്ട്. ഇലക്ട്രിസിറ്റി ഒരു പവറാണ്, ഫയർ ഒരു പവറാണ്, വിൻഡ് ഒരു പവറാണ്. അങ്ങനെ പല രീതിയിലുള്ള പവറുകൾ നമ്മുടെ ഭൂമിയിലുണ്ട്. നമുക്ക് മനുഷ്യനെ അത് ഉപയോഗിക്കുവാനും കഴിയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യം ഒരു കഥ പറഞ്ഞു തുടങ്ങുകയാണ്. ഈ കഥയിൽ പറയുന്നത് സണ്ണിയുടെ അമ്മ ഓരോ ദിവസവും തുടങ്ങുന്നത് തന്നെ വീട്ടിലുള്ള ഹീറ്റ് ഓണാക്കിക്കൊണ്ടാണ്. അതിനുശേഷം സണ്ണിയുടെ യൂണിഫോം അയൺ ചെയ്യും. അതുപോലെ കിച്ചണിൽ പോയിട്ട് അവിടെ ജ്യൂസ് ഉണ്ടാക്കും. പിന്നെ സണ്ണിക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും ഗ്യാസിൽ. അങ്ങനെ എപ്പോഴും കരണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഗ്യാസ് അതുപോലത്തെ പവറുകൾ ഉപയോഗിച്ചിട്ടാണ് ഓരോ ദിവസവും സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ആ ദിവസം ഉടനീളം ഇത്തരത്തിലുള്ള പവറുകൾ, ഇലക്ട്രിസിറ്റി ആവട്ടെ മറ്റെന്താവട്ടെ, അത് നിരന്തരമായി ഉപയോഗിക്കുന്നുണ്ട്. സണ്ണി സ്കൂളിൽ പോകുമ്പോൾ ഈ സ്വിച്ചൊക്കെ ഓഫാക്കാൻ മറക്കുമായിരുന്നു, ലൈറ്റിൻ്റെയും ഫാനിൻ്റെയൊക്കെ. അപ്പോൾ ഇതൊക്കെ ഓഫാക്കാറുള്ളത് അമ്മയാണ്. അപ്പോൾ അമ്മ ഇത് ഓഫാക്കാറുന്ന സമയത്ത് ആലോചിക്കും, നമ്മൾ പട്ടണത്തിൽ ജീവിക്കുന്നതാണ് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ലഭിക്കുവാനുള്ള കംഫർട്ടബിളായിട്ടുള്ള മാർഗം എന്നുള്ളത്. പക്ഷേ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പട്ടണത്തിൽ നമുക്ക് എല്ലാ വസ്തുക്കളും നമുക്ക് വിചാരിക്കുന്നത് പോലെ കിട്ടുന്നുണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കുവാൻ കിട്ടുന്ന എനർജിയും ഭൂമിയിൽ ഉണ്ടാകുന്ന നമുക്ക് ലഭ്യമാകുന്ന രീതിയിലുള്ള എനർജിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം, ശാസ്ത്രത്തിൻ്റെ പുതിയ കണ്ടെത്തലുകളുടെയൊക്കെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരമൊരു വെല്ലുവിളികളെ നേരിടുവാനുള്ള പല കണ്ടെത്തലുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല മനുഷ്യന്മാരുടെ ജീവിതശൈലി തന്നെ വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. പവർ ഓർ എനർജി പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ അവർ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാമുഖ്യമുള്ള റോളുകളാണ് പവറിനും അതുപോലെ തന്നെ എനർജിക്കുമുള്ളത്. വി ആൾസോ നീഡ് പവർ ഫോർ ഇൻഡസ്ട്രി, അഗ്രികൾച്ചർ, വ്യവസായശാലകളിൽ, കൃഷിസ്ഥലങ്ങളിൽ, ട്രാൻസ്പോർട്ട്, ഗതാഗതത്തിന്, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, അതുപോലെ ഡിഫൻസ്, പ്രതിരോധത്തിനൊക്കെ വേണ്ടിയിട്ട്
ഈ എനർജിയും പവറൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പവർ റിസോഴ്സസ് മേ ബി ബ്രോഡ്ലി കാറ്റഗറൈസ്ഡ് ആസ് കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ റിസോഴ്സസ്. നമുക്ക് ലഭിക്കുന്ന ഈ പവറിൻ്റെ സ്രോതസ്സുകളെ പാരമ്പര്യമായിട്ടുള്ള പരമ്പരാഗത റിസോഴ്സുകളായിട്ടും എന്നാൽ പരമ്പരാഗതമല്ലാത്ത റിസോഴ്സുകളായിട്ടും നമുക്ക് വ്യത്യസ്തമായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. കൺവെൻഷണൽ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ കൺവെൻഷണൽ റിസോഴ്സസ് ഓഫ് എനർജി ആർ ദോസ് വിച്ച് ഹാവ് ബീൻ ഇൻ കോമൺ യൂസ് ഫോർ എ ലോങ് ടൈം. പരമ്പരാഗതമായിട്ടുള്ള സ്രോതസ്സുകൾ, അതായത് വർഷങ്ങൾക്ക് മുമ്പേ എല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന എനർജികളാണ് കൺവെൻഷണൽ സോഴ്സുകൾ. ഫയർവുഡ്, അതായത് വിറക് കൊള്ളികൾ, ആൻഡ് ഫോസിൽ ഫ്യൂവൽസ്, ഇന്ധനങ്ങൾ, ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഫോസിൽ ഇന്ധനങ്ങൾ ആർ ദി 2 മെയിൻ കൺവെൻഷണൽ എനർജി സോഴ്സസ്. 2 മെയിൻ ആയിട്ടുള്ള പരമ്പരാഗത എനർജി സോഴ്സുകൾ. നമുക്ക് ഫയർവുഡിനെ കുറിച്ച് പഠിക്കാം. ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ കുക്കിംഗ് ആൻഡ് ഹീറ്റിംഗ്. ചൂടാക്കുവാനും അതുപോലെ തന്നെ പാചകം ചെയ്യുവാനൊക്കെയാണ് ഫയർവുഡ്, വിറക് കൊള്ളികൾ ഉപയോഗിക്കുന്നത്. ഇൻ അവർ കൺട്രി മോർ ദാൻ 50% ഓഫ് ദി എനർജി യൂസ്ഡ് ബൈ വില്ലേജസ് കംസ് ഫ്രം ഫയർവുഡ്. നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്ന എനർജിയുടെ പകുതി ശതമാനവും വരുന്നത് വില്ലേജുകളിൽ ഉപയോഗിക്കുന്ന ഈ ഫയർവുഡ് വഴിയാണ്. Remains of plants and animals which were buried under the earth for millions of years got converted by the heat and pressure into fossil fuels. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലുണ്ടായിരുന്ന മരങ്ങളും മൃഗങ്ങളുമൊക്കെ മണ്ണിനടിയിൽ കുഴിച്ചുമൂടപ്പെടുകയും അത് ഭൂമിയുടെ ചൂടും പ്രഷറും ഏറ്റുവാങ്ങിയിട്ട് എന്ത് ചെയ്യുന്നു, ഫോസിൽ ഇന്ധനങ്ങളായിട്ട് മാറപ്പെടുന്നുണ്ട്. ഫോസിൽ fuels such as coal, petroleum and natural gas are the main sources of conventional energy. ഭൂമിക്കടിയിലുള്ള ഫോസിൽ ഇന്ധനങ്ങളായ കോള്, പെട്രോളിയം, അതുപോലെ തന്നെ നാച്ചുറൽ പ്രകൃതിവാതകം, അതൊക്കെയാണ് ഈ കൺവെൻഷണൽ എനർജികളുടെ മെയിൻ ആയിട്ടുള്ള സ്രോതസ്സുകൾ. The reserves of these minerals are limited. The rate at which the growing world population is consuming them is far greater than the rate of their formation. So these are likely to be exhausted soon. ഇത്തരത്തിലുള്ള ഫോസിൽ ഫ്യൂൽ ഇന്ധനങ്ങൾ, അതിൻ്റെ സോഴ്സുകൾ വളരെ പരിമിതമാണ്. അതായത് ഭൂമിയിൽ നിലവിൽ എത്രയാണ് ഉള്ളത് അത് മാത്രമേ ഉള്ളൂ. അത് രൂപപ്പെടാൻ വർഷങ്ങളോളം എടുക്കും. മാത്രമല്ല നമ്മുടെ ഇന്നത്തെ ഈ വളർന്നുകൊണ്ടിരിക്കുന്ന ജനസംഖ്യ അത് വളരെ വേഗത്തിലാണ്, വളരെ വലിയ തോതിലാണ് ഇത്തരം ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത്. അതായത് ഇന്ന് ലഭ്യമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇനി ലഭിക്കുന്ന ഇതിൻ്റെ നിരക്കിനേക്കാൾ വളരെ കൂടുതലാണ് ഇന്ന് ജനങ്ങൾ ഇത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് തീർന്നു പോകുമെന്നാണ് പറയപ്പെടുന്നത്. കോൾ, അതായത് ഫോസിൽ ഫ്യൂൽസിൽപ്പെട്ട ഒരിനമാണ് കോള്. ദിസ് ഈസ് ദ മോസ്റ്റ് അബണ്ടൻ്റ്ലി ഫൗണ്ട് ഫോസിൽ ഫ്യൂൽ. ധാരാളമായിട്ട് കാണപ്പെടുന്ന ഒരു ഫോസിൽ ഫ്യൂലാണ് കോള്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഡൊമസ്റ്റിക് ഫ്യൂൽ ഇൻ ഇൻഡസ്ട്രീസ് സച്ച് ആസ് അയൺ ആൻഡ് സ്റ്റീൽ, സ്റ്റീം എൻജിൻസ് ആൻഡ് ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി. ഈ കോൾ ഫ്യൂൽ ഫോസിൽ ഫ്യൂലുകളിൽപ്പെട്ട ഇന്ധനത്തിൽപ്പെട്ട ഒന്നാണ് കോള്. ഇരുമ്പ്, സ്റ്റീല് പോലത്തെ വ്യവസായശാലകളിലും സ്റ്റീം എൻജിൻ അതുപോലെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദനത്തിനൊക്കെ ഈ കോള് വളരെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇലക്ട്രിസിറ്റി ഫ്രം കോൾ ഈസ് കോൾഡ് തെർമൽ പവർ. കോൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റിക്ക് തെർമൽ പവർ എന്നാണ് പറയുക. ദ കോൾ വിച്ച് വി ആർ യൂസിങ് ടുഡേ വാസ് ഫോംഡ് മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ വെൻ ജിയന്റ് ഫേൺസ് ആൻഡ് സ്വാംപ്സ് ഗോട്ട് ബിറീഡ് അണ്ടർ ദി ലെയേഴ്സ് ഓഫ് എർത്ത്. നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഈ കോൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ പല ഇടുക്കുകളിലും കുഴിച്ചുമൂടപ്പെട്ട വലിയ മരങ്ങളും ചതുപ്പ് നിലങ്ങളുമൊക്കെ രൂപാന്തരപ്പെട്ടിട്ട് ഉണ്ടായതാണ്. കോൾ ഈസ് ദർഫോർ റെഫേർഡ് ടു ആസ് ബറീഡ് സൺഷൈൻ. അതുകൊണ്ട് തന്നെ കോളിനെ കുഴിച്ചുമൂടപ്പെട്ട സൂര്യപ്രകാശം എന്നാണ് വിളിക്കപ്പെടുന്നത്. The leading coal producers of the world are China, USA, Germany, Russia, South Africa and France. ലോകത്ത് ഇന്ന് കോൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾ ചൈന, അമേരിക്ക, ജർമ്മനി, റഷ്യ, സൗത്ത് ആഫ്രിക്ക അതുപോലെ ഫ്രാൻസുമാണ്. The coal producing areas of India are Raniganj, Jharia, Dhanbad and Bokaro in Jharkhand. ഇന്ത്യയിൽ കോൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശങ്ങളെന്ന് പറയുന്നത് റാണിഗഞ്ച്, ജാരിയ, ധൻബാദ് അതുപോലെ ജാർഖണ്ഡിലുള്ള ബൊക്കാറോ എന്ന സ്ഥലവുമാണ്. കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിയുടെ ഒരു ചാർട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വ്യത്യസ്തമായ എനർജി സോഴ്സുകളെ തരംതിരിച്ച് അതിൻ്റെ അഡ്വാൻറ്റേജുകളും ഡിസഡ്വാൻറ്റേജുകളും ഉപകാരങ്ങളും ഉപദ്രവങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഓയിലും അതുപോലെ നാച്ചുറൽ ഗ്യാസും എടുക്കാം. ഓയിൽ അതിൻ്റെ അഡ്വാൻറ്റേജുകൾ എന്ന് പറയുന്നത് ഈസിയർ ടു ട്രാൻസ്പോർട്ട് ടാങ്കേഴ്സ്. ടാങ്കർ വഴി വളരെ എളുപ്പത്തിൽ അത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. ബേസിസ് ഓഫ് പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രി. പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രിയുടെ ബേസിസ് ആണ് ഓയിൽ.
അതുപോലെ നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത് അതിൻ്റെ അഡ്വാൻറ്റേജുകൾ ഈസിയർ ടു ട്രാൻസ്പോർട്ട്, പൈപ്പ് ലൈൻ വഴി വളരെ എളുപ്പത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. ക്ലീനർ ദാൻ ഓയിൽ ആൻഡ് കോളിനേക്കാളും ഓയിലിനേക്കാളും വളരെ വൃത്തിയുള്ളതാണ് നാച്ചുറൽ ഗ്യാസ്. ചീപ്പർ ദാൻ ഓയിലിനേക്കാൾ വില കുറവുള്ളതുമാണ് നാച്ചുറൽ ഗ്യാസ്. ഇനി ഇവ രണ്ടിൻ്റെയും ഡിസഡ്വാൻറ്റേജുകളായി പറയുന്നത് ഡിപ്ലീഷൻ ഓഫ് ഓക്സിജൻ ഡ്യൂ ടു ഓയിൽ സ്പില്ലേജ് ആൻഡ് ഗ്യാസ് ലീക്കേജ്. ഈ ഓയിലുകൾ ലീക്കാകുമ്പോഴും അതുപോലെ ഈ ഗ്യാസ് ലീക്കാകുമ്പോഴും നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ പൊല്യൂഷൻസ് റിലീസ്ഡ് കോസ്ഡ് ആസിഡ് റെയിൻ. ഈ ഓയിൽ അതുപോലെ നാച്ചുറൽ ഗ്യാസിൻ്റെ കത്തിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന മലിനീകരണം ആസിഡ് മഴയ്ക്ക് കാരണമാകുന്നു. എക്സ്പ്ലോറേഷൻ ഓഫ് ന്യൂ ഫ്യൂൽ ഈസ് നോട്ട് ഈസി. ഇതിന് പകരം പുതിയതായിട്ടുള്ള ഇന്ധനം കണ്ടെത്തുവാൻ എളുപ്പവുമല്ല. ഇനി മറ്റൊരു ഇന്ധനമാണ് ഫയർവുഡ്. അതിൻ്റെ അഡ്വാൻറ്റേജുകൾ, വിറക് കൊള്ളികളുടെ അഡ്വാൻറ്റേജുകൾ: ഈസി ആക്സസ്, പെട്ടെന്ന് നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. പ്രൊവൈഡ്സ് എനർജി ടു എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ. ധാരാളം ആൾക്കാർക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ഫയർവുഡാണ്. മരങ്ങളുള്ള കൊള്ളികളും കമ്പുകളും മരക്കഷ്ണങ്ങളുമൊക്കെയാണ്, കത്തിക്കുന്ന മരക്കഷ്ണങ്ങളുമൊക്കെയാണ്. ഡിസഡ്വാൻറ്റേജുകളായിട്ടുള്ളത് എന്താണ്? കളക്ഷൻ ഈസ് ടൈം കൺസ്യൂമിങ്. ഇത് കണ്ടെത്തുവാനും അത് ശേഖരിക്കുവാനും വളരെ സമയം ആവശ്യമുണ്ട്. പൊല്യൂട്ടിങ്, അത് നല്ല മലിനീകരണം ഉണ്ടാക്കും. പ്രൊമോട്ടിംഗ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്, മാത്രവുമല്ല ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഡിഫോറസ്റ്റേഷൻ, മാത്രമല്ല കാട് നശിക്കുവാനും ഇതൊരു കാരണമായി തീരുന്നുണ്ട്. ഇനി മറ്റൊന്നാണ് കോള്. അഡ്വാൻറ്റേജുകളായിട്ടുള്ളത് എക്സ്റ്റെൻസീവ്ലി അവൈലബിൾ, വളരെ ധാരാളമായിട്ട് കിട്ടുന്ന ഒരു വസ്തുവാണ് കോള്. എഫിഷ്യൻറ്റ് കൺവേർഷൻ ടു ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി തയ്യാറാക്കുന്നതിൽ വളരെ എഫിഷ്യൻ്റാണ് കോള്. പിന്നെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജുകളായിട്ടുള്ളത് പൊല്യൂട്ടിംഗ് സോഴ്സ്, വളരെ മലിനീകരണം സൃഷ്ടിക്കുന്ന ഒരു വസ്തുവാണ്. ബൾക്കി ടു ട്രാൻസ്പോർട്ട്, മാത്രമല്ല അത് ട്രാൻസ്പോർട്ട് ചെയ്യുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്. ഇനി അവസാനത്തതാണ് ഹൈഡൽ പവർ. അതിൻ്റെ അഡ്വാൻറ്റേജുകളായി വരുന്നത് നോൺ പൊല്യൂട്ടിംഗ്, അത് മലിനീകരണം ഉണ്ടാക്കാത്തൊരു വസ്തുവാണ് ഹൈഡൽ പവർ. പ്രൊമോട്ട്സ് ഇറിഗേഷൻ ആൻഡ് ഫിഷിംഗ്. ഈ വെള്ളം വഴി ഉണ്ടാക്കുന്ന ഇത് ഇറിഗേഷൻ, ജലസേചനവും അതുപോലെ തന്നെ മീൻ വളർത്തലുമൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു. ചീപ്പ്, തുച്ഛമായ ചിലവ് കൊണ്ട് ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നതാണ് ഹൈഡൽ പവർ. അതിൻ്റെ ഡിസഡ്വാൻറ്റേജുകളായിട്ട് വന്നിട്ടുള്ളത് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ലോക്കൽ കമ്മ്യൂണിറ്റി, പ്രാദേശികമായിട്ടുള്ള സമൂഹത്തെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും. ഡാം ഉണ്ടാക്കാൻ വേണ്ടി ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും. ഇൻഅനുണ്ടേറ്റ്സ് ലോ ലൈങ് റീജിയൻസ്. ഈ ഡാം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് താഴ്ന്ന ഭൂപ്രദേശങ്ങളെ വെള്ളത്തിലാക്കുവാൻ വേണ്ടി വരും. എക്സ്പെൻസീവ് ടു സെറ്റപ്പ്, അത് തയ്യാറാക്കുവാൻ വളരെ ചിലവേറിയ ഒരു സംവിധാനമാണ് ഹൈഡൽ പവർ എന്നുള്ളത്. ഇതൊക്കെയാണ് ഈ ഒരു ചാർട്ടിൽ വിശദീകരിക്കുന്നത്. ഇനി പെട്രോളിയം. ദ പെട്രോൾ ദാറ്റ് കീപ്സ് യുവർ കാർ റണ്ണിങ് ആസ് വെൽ ആസ് ദി ഓയിൽ ദാറ്റ് കീപ്സ് യുവർ സൈക്കിൾ ഫ്രം സ്പീക്കിംഗ് ബോത്ത് ബിഗാൻ ആസ് എ തിക്ക് ബ്ലാക്ക് ലിക്വിഡ് കോൾഡ് പെട്രോളിയം. നമ്മുടെ കാറുകളെ ഓടുവാൻ സഹായിക്കുന്നതും അതുപോലെ സൈക്കിളിൻ്റെ ചെയിനിൻ്റെ കരകര ശബ്ദം മാറ്റുവാൻ സഹായിക്കുന്നതുമായ തിക്കായിട്ടുള്ള കറുത്ത ലിക്വിഡ് ദ്രാവകത്തെയാണ് പെട്രോളിയം എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ഫൗണ്ട് ബിറ്റ്വീൻ ദി ലെയേഴ്സ് ഓഫ് റോക്സ് ആൻഡ് ഇറ്റ് ഡ്രിൽഡ് ഫ്രം ഓയിൽ ഫീൽഡ്സ് ലൊക്കേറ്റഡ് ഇൻ ഓഫ് ഷോർ ആൻഡ് കോസ്റ്റൽ ഏരിയാസ്. ഇത് കാണപ്പെടാറുള്ളത് പാറകൾക്കിടയിലും അതുപോലെ ഇത് കുഴിച്ചെടുക്കപ്പെടുന്നത് കരയിലും തീരപ്രദേശങ്ങളിലുമൊക്കെയുള്ള എണ്ണപ്പാടങ്ങളിൽ നിന്നുമാണ്. ദിസ് ഈസ് ദെൻ സെൻഡ് ടു റിഫൈനറീസ് വിച്ച് പ്രോസസ് ദിസ് ക്രൂഡ് ഓയിൽ ആൻഡ് പ്രൊഡ്യൂസ് എ വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് ലൈക്ക് ഡീസൽ, പെട്രോൾ, കെറോസിൻസ്, വാക്സ്, പ്ലാസ്റ്റിക്സ് ആൻഡ് ലൂബ്രിക്കൻസ്. പിന്നീട് അവ റിഫൈനറികളിൽ എണ്ണ ശുദ്ധീകരണ കേന്ദ്രങ്ങളിലേക്ക് അയക്കുകയും ഇവിടെ നിന്ന് ഇത് ക്രൂഡ് ഓയിലായി മാറ്റി പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, വാക്സ്, പ്ലാസ്റ്റിക്, ലൂബ്രിക്കൻ്റ് അങ്ങനെ മറ്റു ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്നു. പെട്രോളിയം ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ് ആർ കോൾഡ് ബ്ലാക്ക് ഗോൾഡ് ആസ് ദേ വർ വെരി വാല്യുബിൾ. പെട്രോളിയത്തെയും അതുപോലെ ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മറ്റു ദ്രാവകങ്ങളെ കറുത്ത പൊന്ന് എന്നാണ് വിളിക്കപ്പെടുന്നത്. കാരണം അത് അത്രത്തോളം മൂല്യമുള്ള വസ്തുവായതുകൊണ്ട് തന്നെ. ദ ചീഫ് പെട്രോളിയം പ്രൊഡ്യൂസിങ് കൺട്രീസ് ആർ ഇറാൻ, ഇറാഖ്, സൗദി അറേബ്യ ആൻഡ് ഖത്തർ. ഇറാൻ, ഇറാഖ്, സൗദി അറേബ്യ, ഖത്തർ പോലത്തെ രാജ്യങ്ങളാണ് ഇത് പെട്രോളിയം ഉൽപ്പാദിക്കുന്നതിൽ മുൻനിരയിലുള്ള മുഖ്യ രാജ്യങ്ങൾ. ദ അതർ മേജർ പ്രൊഡ്യൂസേഴ്സ് ആർ USA, റഷ്യ, വെനസ്വേല ആൻഡ് അൾജീരിയ. മറ്റു പ്രമുഖരായ പെട്രോളിയം ഉൽപ്പാദകർ അമേരിക്ക, റഷ്യ, വെനസ്വേലയെ പോലത്തെ രാജ്യങ്ങളാണ്, അതുപോലെ അൾജീരിയയും. ദ ലീഡിംഗ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ഇന്ത്യ ആർ ഡിഗ് ബോയ് ഇൻ ആസാം, ബോംബെ ഹൈ ഇൻ മുംബൈ ആൻഡ് ദി ഡെൽറ്റാസ് ഓഫ് കൃഷ്ണ ആൻഡ് ഗോദാവരി റിവേഴ്സ്.
ഇന്ത്യയിൽ പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ആസാമിലെ ഡിഗ്ബോയിയും അതുപോലെ മുംബൈയിലുള്ള ബോംബെ ഹൈയും മാത്രവുമല്ല കൃഷ്ണ ഗോദാവരി നദീതടങ്ങളുമാണ്. മറ്റൊരു ഫ്യൂൽ ഇന്ധനമാണ് നാച്ചുറൽ ഗ്യാസ്, പ്രകൃതിവാതകം. നാച്ചുറൽ ഗ്യാസ് ഈസ് ഫൗണ്ട് വിത്ത് പെട്രോളിയം ഡെപ്പോസിറ്റ്സ് ആൻഡ് ഈസ് റിലീസ്ഡ് വെൻ ക്രൂഡ് ഓയിൽ ഈസ് ബ്രോട്ട് ടു ദി സർഫേസ്. നാച്ചുറൽ ഗ്യാസ് എന്ന പ്രകൃതിവാതകം പെട്രോളിയത്തിൻ്റെ കൂടെയാണ് അതിൻ്റെ നിക്ഷേപം കണ്ടെത്തുന്നത്. എന്നാൽ ക്രൂഡ് ഓയിലിനെ അത് ഉപരിതലത്തിലേക്ക് മാറ്റുമ്പോൾ ഈ പ്രകൃതിവാതകം സ്വയമേ പുറത്തു വരുന്നു. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ ഫ്യൂവൽ. ഇത് ഒരു വ്യവസായ ഇന്ധനമായിട്ടും അതുപോലെ വീട്ടിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇന്ധനമായിട്ടും ഉപയോഗിക്കാം. റഷ്യ, നോർവേ, UK ആൻഡ് ദി നെതർലാൻഡ്സ് ആർ ദി മേജർ പ്രൊഡ്യൂസേഴ്സ് ഓഫ് നാച്ചുറൽ ഗ്യാസ്. റഷ്യ, നോർവേ, യുണൈറ്റഡ് കിങ്ഡം അതുപോലെ നെതർലാൻഡ്സും ഒക്കെയാണ് മുഖ്യമായിട്ടും നാച്ചുറൽ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ. ഇൻ ഇന്ത്യ, ജയ്സാൽമീർ, കൃഷ്ണ ഗോദാവരി ഡെൽറ്റ, ത്രിപുര ആൻഡ് സം ഏരിയാസ് ഓഫ് ഷോർ ഇൻ മുംബൈ ഹാവ് നാച്ചുറൽ ഗ്യാസ് റിസോഴ്സസ്. ഇന്ത്യയിൽ ജയ്സാൽമീർ, അതുപോലെ കൃഷ്ണ ഗോദാവരി നദീതടങ്ങൾ, ത്രിപുര, അതുപോലെ മുംബൈയിലുള്ള ചില തീരങ്ങൾ, ഇവിടെയൊക്കെ നാച്ചുറൽ ഗ്യാസിൻ്റെ സ്രോതസ്സുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. Very few countries in the world have sufficient natural gas reserves of their own. വളരെ ചുരുങ്ങിയ രാജ്യങ്ങൾക്ക് മാത്രമേ ലോകത്ത് സ്വന്തമായിട്ട് ആവശ്യത്തിനുള്ള പ്രകൃതിവാതക റിസർവുകൾ ഉള്ളൂ. The sharp increase in our consumption of fossil fuels has led to their depletion at an alarming rate. ഫോസിൽ ഇന്ധനങ്ങളുടെ വലിയ തോതിലുള്ള ഉപയോഗം അതിൻ്റെ തന്നെ ഭയാനകരമായ നിരക്കിലുള്ള ക്ഷാമത്തിലേക്കാണ് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. The toxic pollution released from burning these fuels are also a cause of concerns. ഇത്തരം ഇന്ധനങ്ങൾ കത്തിക്കുന്നതിലൂടെ പുറത്തുവരുന്ന മാരകമായ വിഷപദാർത്ഥങ്ങൾ മറ്റൊരു ഭീതിക്ക് കാരണമാകുന്നു. Unchecked burning of fossil fuel is like an unchecked dripping tap which will eventually run dry. This has led to the tapping of various non-conventional sources of energy that are cleaner alternatives to fossil fuels. നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഫോസിൽ ഫ്യൂൽസിൻ്റെ കത്തിക്കൽ അല്ലെങ്കിൽ ഉപയോഗം അത് നിയന്ത്രിക്കാൻ കഴിയാത്ത ടാപ്പിലൂടെ പോകുന്ന വെള്ളത്തെ പോലെയാണ്. കാരണം അത് ഒലിച്ചു പോയിട്ട് ഈ വെള്ളം വറ്റി വരളുന്നു. മാത്രമല്ല ഇത്തരം കാരണങ്ങൾ ഫോസിൽ ഫ്യൂൽസിന് വിപരീതമായി വൃത്തിയുള്ള എനർജിയുടെ നോൺ കൺവെൻഷണൽ സ്രോതസ്സുകളെ കണ്ടെത്തുവാൻ ഹേതുവായി തീർന്നിട്ടുണ്ട്. അതായത് ഫോസിൽ ഫ്യൂൽസ് കാരണമുണ്ടാകുന്ന പ്രശ്നങ്ങളെ സാധൂകരിക്കാൻ അതിന് വിപരീതമായ സ്വഭാവമുള്ള നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിയെ കണ്ടെത്തുവാൻ സയൻസിനെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അടുത്തതായി പറയാൻ പോകുന്നത് ഹൈഡൽ പവറാണ്. റെയിൻ വാട്ടർ ഓർ റിവർ വാട്ടർ സ്റ്റോർഡ് ഇൻ ഡാംസ് ഈസ് മെയ്ഡ് ടു ഫാൾ ഫ്രം ഹൈറ്റ്സ്. ഡാമുകളിൽ കെട്ടിനിർത്തപ്പെടുന്ന മഴവെള്ളവും അതുപോലെ നദിവെള്ളവും അത് ഉയർച്ചയുള്ള സ്ഥലങ്ങളിൽ നിന്ന് താഴേക്ക് പതിക്കുവാൻ വേണ്ടിയിട്ടാണ് കെട്ടിനിർത്തപ്പെടുന്നത്. The falling water flows through pipes inside the dam over turbine blades placed at the bottom of the dam. ഇത്തരം വെള്ളം പൈപ്പുകളിലൂടെ നല്ല ഉയർച്ചയിലൂടെ അടിയിലേക്ക് വരികയും ഈ ഡാമിൻ്റെ താഴ്ഭാഗത്ത് തയ്യാറാക്കിയിട്ടുള്ള ടർബൈൻ ബ്ലേഡുകളിലൂടെ കടന്നു പോകുന്നു. The moving blades then turn the generator to produce electricity. വെള്ളം കടന്നു പോകുമ്പോൾ ചലിക്കുന്ന ബ്ലേഡുകൾ ജനറേറ്ററിലൂടെ ഇലക്ട്രിസിറ്റിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദിസ് ഈസ് കോൾഡ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി. ഇതിനെയാണ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കുന്നത്. ദ വാട്ടർ ഡിസ്ചാർജ്ഡ് ആഫ്റ്റർ ദി ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് യൂസ്ഡ് ഫോർ ഇറിഗേഷൻ. ഇങ്ങനെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം പുറത്തുവിടുന്ന വെള്ളം ഇറിഗേഷന് വേണ്ടി, കൃഷിയുമായി ബന്ധപ്പെട്ട ജലസേചനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. 1/4 ഓഫ് ദി വേൾഡ്സ് ഇലക്ട്രിസിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹൈഡൽ പവർ. ലോകത്ത് ഉള്ള ഇലക്ട്രിസിറ്റിയുടെ 1/4 ഹൈഡൽ ഇലക്ട്രിസിറ്റി വഴിയാണ്, ഹൈഡൽ പവറായിട്ടാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ദ ലീഡിംഗ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഹൈഡൽ പവർ ഇൻ ദി വേൾഡ് ആർ പരാഗ്വേ, നോർവേ, ബ്രസീൽ ആൻഡ് ചൈന. ലോകത്ത് വളരെയധികം ഹൈഡൽ പവർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ പരാഗ്വേ, നോർവേ, ബ്രസീൽ അതുപോലെ ചൈനയുമാകുന്നു. സം ഇമ്പോർട്ടൻറ്റ് ഹൈഡൽ പവർ സ്റ്റേഷൻസ് ഇൻ ഇന്ത്യ ആർ ബഖ്ര നങ്കൽ, ഗാന്ധി സാഗർ, നാഗാർജുന സാഗർ ആൻഡ് ദാമോദർ വാലി പ്രൊജക്ട്സ്. ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട ഹൈഡൽ പവർ സ്റ്റേഷനുകൾ ബഖ്ര നങ്കൽ, ഗാന്ധി സാഗർ, നാഗാർജുന സാഗർ അതുപോലെ ദാമോദർ വാലി പ്രൊജക്റ്റ് എന്നിവയൊക്കെയാണ്.